അവരവിടെ താമസിച്ചു തുടങ്ങുമ്പോൾ ഒരു തുടർ നടപടികളും ആ വിധത്തിലുണ്ടാകില്ല എന്നുള്ളത് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. അതുണ്ടായാൽ ULCC സമാധാനം. ഉദ്ഘാടന വേളയിൽ മിനിസ്റ്റർ അടക്കം തന്നെ പറഞ്ഞത്, അതായത് വയനാട് ജില്ലയിൽ മഴക്കാലത്ത് ആദ്യ തുള്ളി മഴ വീഴും മുമ്പ് അവസാനത്തെ ദുരന്തബാധിതനും വീട് കൈമാറും എന്നുള്ളതാണ്. പക്ഷേ ഈ മഴക്കാലം എത്തുന്നതിന് മുമ്പ് 178 വീടുകൾ മാത്രമേ കൈമാറാൻ വാസയോഗ്യമാകുന്നുള്ളൂ. എന്താണ് അതിനെക്കുറിച്ച്? കാരണം സർക്കാർ അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അഭിപ്രായം പറയും. ഇപ്പം ഞാൻ 178 വീടുകളുടെ കാര്യമാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ആ കാര്യത്തിൽ ഉറച്ച അഭിപ്രായം പറയുന്നത് ULCCയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചൊരു യോഗം നടത്താൻ സാധ്യമാകില്ല. കോഡ് ഓഫ് കോൺടാക്ട് നിലനിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഉടനെ യോഗം നടത്തിയ കാര്യം ഞാൻ തന്നെ പറയാം. ഈ കോൺട്രാക്ട് ഉള്ളത് ഇപ്പം 375 വീടുകൾ 410 വീടുകൾ അതിനകം തീർക്കാൻ കഴിയുമോ ശരിക്കും ഒക്ടോബറിനകം? അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ചോദ്യത്തിന് എന്താ മറുപടി പറയേണ്ടത്? ഒരു ധാരണ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം? അത് ബന്ധപ്പെട്ടവരെ അനുഭവിക്കും. അതുകൊണ്ട് അവർ തീർക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മറ്റൊരു വിഷയം മൈക്രോ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കുറേ പേർക്ക് ഫേസ് 1 കുറേ പേർക്ക് അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് അതിന് തടസ്സം ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മൈക്രോ പ്ലാൻ ആവശ്യമായിട്ടുള്ള പണം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. ഏത് ദുരന്തത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഭാവിയിലേക്ക് ഇതിനെ തുരങ്കം വെക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദ്യമാണ്. അല്ല, വളരെ ബോധപൂർവമായ ശ്രമമുണ്ടോ എന്ന് പൊതുസമൂഹം പരിശോധിക്കേണ്ടതാണ്. 178 വീടുകളുടെ കൈമാറ്റത്തിന് ശേഷം കേരളം മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ഇത് കാണാൻ വരികയും ഇന്ത്യയിലും കേരളത്തിലും എവിടെയും കാണാത്ത ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം അതിന് ക്യൂറിംഗ് പീരീഡിനകത്ത് പിന്നെ ഡിഫക്റ്റ് ലൈബിലിറ്റി ധാരണ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അവർക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടും സർക്കാരിനെതിരെ ഏതെങ്കിലും വിധത്തിൽ തിരിക്കാൻ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് തിരിച്ചറിയും. അത്രേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ.